നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, എങ്കിലും ഞാൻ പറയാം. 10-26 വയസ്സുള്ള പയ്യൻ വീടുണ്ടെങ്കിൽ ബംഗാളിയാണെന്ന് വീട്ടുകാർ വിചാരം. ഇവനാണ് എൻ്റെ അനിയൻ. ഇവൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ട് ഞാൻ സ്കൂളിലോട്ട് വിട്ടു. മോഡലായിരുന്നേ. ഈ പൂവിൻ്റെ തൊട്ട് പുറമുള്ള സ്ഥലമാണ് ഞാൻ പൊളിച്ചോണ്ടിരുന്നത്. വീട് പുതുക്കി പണിയുന്നതിനനുബന്ധിച്ച് തൊട്ട് മുന്നിലുള്ള ഈ ഒരു ഷെഡൊന്ന് പൊളിക്കുകയാണ്. ഓരോ ഘട്ടയും സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്നാണ് അച്ഛൻ്റെ ഉത്തരവ്. പറഞ്ഞതനുസരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ഘട്ടയും പൊളിച്ചടുക്കി ഇത്രയും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ അമ്മയും കൊണ്ട് നേരെ ആറന്മുള അമ്പലത്തിൽ ഉച്ചപൂജ കാണാനാണ് ഞങ്ങൾ പോയത്. അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം അമ്മയും കൊണ്ടൊരു നാരങ്ങ വെള്ളം മേടിപ്പിച്ചു. ഇപ്പോൾ ഞാൻ തൊഴിലരഹിതനാണ്. ആകെയുള്ളത് അമ്മയ്ക്കാണ് ജോലി. എൻ്റെ കൂടെ വന്നതുകൊണ്ട് അമ്മയാണ് പൈസ കൊടുത്തത്. ആരോണിൻ്റെ തുടലൊന്ന് പൊട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു തുടലും മേടിച്ചു. തൊട്ടാപ്പുറത്തുള്ള ലോട്ടറി സെൻ്ററിൽ 2 ലോട്ടറി എടുത്തിട്ടുണ്ട്. അടിച്ചോ ഇല്ല ദൈവത്തിനറിയാം. അമ്മയെ കൊണ്ട് വീട്ടിലിട്ടതിന് ശേഷം അമ്മയുടെ ആങ്ങളെയും എൻ്റെ ചങ്കുമായ അതിലുപരി എൻ്റെ മാമനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും നല്ല അടിപൊളി ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെ മാമനെ ഡോക്ടറൊക്കെ നോക്കിയതിന് ശേഷം മാമനെ കൊണ്ട് മരുന്നും മേടിപ്പിച്ച് നേരെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങി ഒരു 5 മണി വരെ. അതിനുശേഷം ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ നോക്കിയാൽ വീണ്ടും പൊളിക്കാനുണ്ടല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ നാളെ പൊളിക്കാൻ നോർത്ത് നേരെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി. കാല് വയ്യെങ്കിലും തൊട്ട് ഫ്രണ്ടിൽ ഇവന്മാർ കളിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമമാവും. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കനാലിലൊക്കെ ഒന്ന് കുളിച്ചു. അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഒന്ന് സബ് അടിച്ചിട്ടേക്ക് കേട്ടോ. ബൈ ഗൈസ്.